ഗൈസ്, അപ്പോൾ നമ്മൾ ചപ്പാത്തി മീൻ കറിയും ആണ് കഴിക്കുന്നത്. 5 ചപ്പാത്തി ഉണ്ടായി നമ്മളത് ചൂടാക്കി. അപ്പോൾ നമ്മൾ ചൂടാക്കിയപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ അവസ്ഥ അതിങ്ങനെയായി. അപ്പോൾ നമ്മുടെ മീൻ കറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിത് ചപ്പാത്തി മുക്കി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇന്നത്തെ ഇതാണ്. നൈറ്റ് നമ്മൾ ഒരു 10:50 കമ്പനി കയറും. അപ്പോൾ അവിടെ നിന്ന് ഒരു 1:45 ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങും. പിന്നെ രാവിലെ 7:00 ഇറങ്ങും. രാവിലത്തെ ഫുഡും പിന്നെ 1:45 ഇറങ്ങുമ്പോഴുള്ള ഫുഡും കഴിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഫുഡ് ഇതാണ്. നമ്മളിപ്പോൾ ഇത് കഴിക്കുകയാണ്, ചപ്പാത്തി മീൻ കറി. ഈ മീൻ കറിയിലേക്ക് ചപ്പാത്തി മുക്കുന്നു, എന്നിട്ട് കഴിക്കുന്നു. മീൻ നമ്മളിത്തിരി എടുക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും, അടിപൊളിയാണ്. ഇത് ഇങ്ങനെ മുക്കുക, കഴിക്കാം. നല്ല ടേസ്റ്റ്. നോക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇത് ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ചേർത്തെന്ന് വെച്ചാൽ കുറച്ച് തക്കാളി അരിഞ്ഞെടുത്ത്, കുറേ സവാള എടുത്ത്. തക്കാളി 2 ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് 2 തക്കാളി എടുത്തുള്ളൂ. കുറേ സവാള അരിഞ്ഞെടുത്തു, ഉള്ളി അരിഞ്ഞ് കുറേ എടുത്തു, പിന്നെ കുറേ വെളുത്തുള്ളി കുറച്ച് ഉള്ളെടുത്തു. അത്ര ഉണ്ടായുള്ളൂ, ഇഞ്ചിയൊന്നും ഉണ്ടായില്ല. പച്ചമുളകിൻ്റെ ഒരു 2 ഉണങ്ങിയ പച്ചമുളക് കിട്ടി. അതൊക്കെ കൊല്ലമുളകാണ്, അത് അരിഞ്ഞെടുത്തിട്ടു. പിന്നെ മുളക് പൊടി ആകെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ്. മസാല ഒന്നും ഉണ്ടായില്ല, അതൊന്നും വാങ്ങിക്കാനുള്ള കാശ് ഉണ്ടായില്ല. അപ്പോൾ നമ്മളത് അതിനുള്ള ഒപ്പിച്ചു. എന്നിട്ട് നമ്മളത് കറി വെച്ചു. ഇത് ഇപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. ഇപ്പോൾ ചപ്പാത്തിയുടെ പരിവ് ഇങ്ങനെയാണ്. ചപ്പാത്തി നമ്മൾ കുക്ക് ചെയ്തതാണ് മേടിച്ചത്, 5 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചൂടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ചൂടാക്കി കഴിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാനിത് കഴിച്ചു തീർക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്യും. ഏറ്റവും നല്ലത് ഇതുപോലെ കഴിക്കണമെന്നാണ്. എപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്ത് മസാലയാണ് ചേർക്കണമെന്ന് പറയാൻ പറ്റില്ല. അജിനാമോട്ടയൊക്കെ ചേർക്കണമെന്ന് തോന്നണേ ഹോട്ടലിൽ. ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് വ്ളോഗ് കഴിയാണ്. ഓക്കെ ഗൈസ്.